ഉക്രൈൻ നാറ്റോയിൽ പ്രവേശനമില്ല. ട്രംപിന്റെ അന്ത്യശാസനം മുഴങ്ങിക്കഴിഞ്ഞു. മാത്രവുമല്ല, പിന്തുണച്ചവരൊക്കെ തന്നെ പുടിനെ പേടിച്ച് കൈയൊഴുകുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനായിരുന്നു എൻ്റെ സെലൻസ്കി ഈ പടപ്പുറപ്പാടെല്ലാം കാണിച്ചു കൂട്ടിയത്? ഒക്കെ പാഴായില്ലേ? അതും സ്വന്തം രാജ്യത്തെ ജനങ്ങൾ ഇട്ടുകൊടുത്തുകൊണ്ടുള്ള ഈ നീക്കങ്ങളൊക്കെ പാഴായി പോയില്ലേ? ട്രംപ് വരും മുമ്പ് മുട്ടനാടുകളെ തമ്മിലടുപ്പിച്ച് ചോര ഊറ്റി കുടിക്കാനുള്ള ബൈഡന്റെ നീക്കങ്ങളും വെള്ളത്തിൽ വരച്ച വരയായി കഴിഞ്ഞു. ആ സ്ഥിതിക്ക് അടുത്തത് എന്താണ്? ട്രംപ് പുടിനൊപ്പമുള്ള സ്ഥിതിക്ക് ഉക്രൈൻ ഇനി റഷ്യയോടൊപ്പം പോകുമോ? അല്ല, പോകേണ്ടി വരുമോ? എന്തായാലും ഒന്നും പറയാതെ വയ്യ. ഉക്രൈൻ റഷ്യ യുദ്ധഭൂമിയിൽ പുടിൻ കത്തിജ്വലിച്ച് നിൽക്കുകയാണ്. പുടിനെ പിണക്കിയവരൊക്കെ തന്നെ അനുഭവിക്കുമെന്ന സ്ഥിതിയിലാണ് കാര്യങ്ങളെല്ലാം തന്നെ. എന്തായാലും സംഭവം വിശദീകരിക്കാം. വളരെ സിമ്പിളായി ഉക്രൈൻ്റെ അവസ്ഥ ഒന്ന് വിശദീകരിക്കട്ടെ. കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, അത്ര തന്നെ. അതായത് നാറ്റോയിലേക്ക് ഇനി ഒരു പോക്ക് അത് സ്വാഹയാണ്. അതിനൊപ്പം നിലനിൽപ്പിന് വേണ്ടി ഒന്ന് നിവർന്നു നിൽക്കാൻ നോക്കിയാൽ ഇത്രയും കാലം അഭയം തന്നവരൊക്കെ തന്നെ പുടിനെ പേടിച്ച് സ്ഥലം കാലിയാക്കിയിരിക്കുന്നു. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉപദേഷ്ടാക്കൾ യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ഇപ്പോൾ 3 പദ്ധതികളാണ് പുതുതായി ആവിഷ്കരിച്ചിരിക്കുന്നത്. അധികാരമേറ്റിയുടനെ 24 മണിക്കൂറിനുള്ളിൽ ഉക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ട്രംപ് പക്ഷേ ഇതുവരെ ഒരു പദ്ധതിയും അംഗീകരിച്ചിട്ടില്ല എന്നാണ് പുറത്തുവരുന്ന വിവരം. ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുമുള്ള തന്റെ ബന്ധം വെച്ച് ഒരു വെടിനിർത്തൽ ചർച്ചയിലേക്ക് ഇരുവരെയും ഒരുമിച്ച് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുമെന്നും അമേരിക്കയുടെ സൈനിക സഹായ വാഗ്ദാനം അതിനൊരു മാർഗമായി ഉപയോഗിക്കുമെന്നുമാണ് ട്രംപ് കഴിഞ്ഞ വർഷം പറഞ്ഞിരുന്നത്. അതിനിടെയാണ് ഇപ്പോൾ ഉക്രൈനെ പിന്തുണയ്ക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങൾ വെടിനിർത്തൽ എന്ന ആശയത്തിലേക്ക് ചുവടുവെച്ചതായി ബ്ലൂംബർഗിന്റെ റിപ്പോർട്ടും വന്നിരിക്കുന്നത്. ഉക്രൈന് എന്തായാലും റഷ്യയെ സൈനികമായി നേരിടാനാകില്ലെന്ന് വ്യക്തമായ ധാരണയുണ്ട്. അതിനാൽ തന്നെ ഉക്രൈനെ സൈനികമായി സഹായിക്കുന്ന രാജ്യങ്ങൾക്കെതിരെ റഷ്യ തിരിയുമെന്ന് മനസ്സിലാക്കിയതോടെ പാശ്ചാത്യ രാജ്യങ്ങൾ വെടിനിർത്തൽ എന്ന ആശയത്തിലേക്ക് മാറുകയായിരുന്നുവെന്നാണ് ബ്ലൂംബർഗിന്റെ നിരീക്ഷണം. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിലും അതേസമയം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വെടിനിർത്തൽ ചർച്ച ചെയ്യാൻ സന്നദ്ധത കാണിച്ചിട്ടില്ലെന്നും നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഉക്രൈനിന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കുമെന്ന് നാറ്റോ രാജ്യങ്ങൾക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ട് തന്നെ അതിനിടവരുത്താതെ വെടിനിർത്തൽ എന്ന ആശയം ഇവർ മുന്നോട്ട് തന്നെത്താനെ വെച്ചിരിക്കുകയാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ട്രംപിന്റെ പ്രതികരണം നമുക്കൊന്ന് എടുത്തു നോക്കാം. അതായത് ഇതാദ്യം പറഞ്ഞ കാര്യമാണ്. എനിക്ക് സെലൻസ്കിയെ നന്നായി അറിയാം, എനിക്ക് പുടിനെയും അതിലും നന്നായി അറിയാം. ഇരുവരും തമ്മിൽ നല്ല ബന്ധമാണുള്ളത്. ഞാൻ സെലൻസ്കിയോട് പറയും, ഇനി അമേരിക്കയ്ക്ക് നിങ്ങളെ സഹായിക്കാനാകില്ല, പകരം നിങ്ങൾ ഒരു കരാറുണ്ടാക്കണം. ഞാൻ പുടിനോടും ഇതേ കാര്യമാണ് ആവശ്യപ്പെടുക. നിങ്ങൾ ഒരു കരാറുണ്ടാക്കിയില്ലെങ്കിൽ ഞങ്ങൾ അവർക്ക് ഇനിയും ഒരുപാട് സഹായം നൽകേണ്ടി വരും. വേണ്ടി വന്നാൽ അവർക്ക് ഇതുവരെ നൽകിയതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ഉക്രൈനിന് നൽകാൻ പോവുകയാണ്. ഒരു ദിവസം കൊണ്ട് ഞാൻ ഈ കരാർ പൂർത്തിയാക്കും എന്നാണ് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് പറഞ്ഞത്. പക്ഷേ ഈ അടുത്ത ദിവസം സാക്ഷാൽ പുടിനും ട്രംപുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിരുന്നു. അതായത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇരുവരും വളരെ നല്ലൊരു സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്നാണ്. അതിനാൽ തന്നെ ബൈഡൻ ഭരണകൂടത്തിന്റെ കാട്ടിക്കൂട്ടലുകളല്ല ഇനി വരും വർഷങ്ങളിൽ അമേരിക്കയിൽ കാണാൻ കിടക്കുന്നത്. വളരെ നല്ലൊരു ഭരണമായിരിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. യുദ്ധക്കുതിയന്മാരായ അമേരിക്കൻ ചരിത്രത്തിനൊരു മാറ്റമാണ് എന്തായാലും പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഉക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ കുറഞ്ഞത് 3 പദ്ധതികളെങ്കിലും ട്രംപിന്റെ പരിധിക്കുള്ളിൽ എത്തിയതായിട്ടാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ട ഒരു മുൻ ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥൻ വാർത്താ ഏജൻസിയോട് പറഞ്ഞത് ഇപ്രകാരമാണ്. യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി മുന്നോട്ട് വെച്ചിരിക്കുന്ന 3 നിർദ്ദേശങ്ങളിൽ ഒരെണ്ണം ഉക്രൈനിലെ തന്നെ ദൂതനായി ട്രംപ് തിരഞ്ഞെടുത്ത കീത്ത് കെല്ലോഗിൻ്റെതാണ്. മറ്റൊന്ന് നിയുക്ത വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെയും. അവസാനത്തേത് യൂറോപ്യൻ കാര്യങ്ങളിൽ ട്രംപിന്റെ പ്രധാന അനൗപചാരിക ഉപദേശകനാണെന്ന് കരുതപ്പെടുന്ന ട്രംപിന്റെ മുൻ ആക്ടിംഗ് ഇന്റലിജൻസ് മേധാവി റിച്ചാർഡ് ഗ്രനലിന്റേതുമാണ്. പ്രത്യക്ഷത്തിൽ പദ്ധതികളിൽ വ്യത്യാസങ്ങളൊന്നും തോന്നുമെങ്കിലും നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ അതായത് നാറ്റോയിൽ ചേരാനുള്ള ആശയത്തിന് പുറമെ ഉക്രൈൻ പ്രദേശങ്ങളുടെ ഇളവിന്റെ കാര്യത്തിലും മറ്റും സമാന നിലപാടുകളാണ് മൂവരും അവരുടെ പദ്ധതികളിൽ സ്വീകരിച്ചിരിക്കുന്നത്. ലഫ്റ്റനന്റ് ജനറൽ കെല്ലോഗ് മുന്നോട്ട് വെച്ച നിർദ്ദേശപ്രകാരം മുൻ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ അതായത് NSC ഉദ്യോഗസ്ഥൻ ഫ്രെഡ് ഫ്ലീറ്റ്സുമായി യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. നിലവിലെ യുദ്ധരേഖകളെ മരവിപ്പിക്കുന്നതാണ് പദ്ധതിയെന്നും വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. പദ്ധതി ട്രംപിന് മുന്നിൽ അവതരിപ്പിച്ചതായിട്ടാണ് വിവരം. പദ്ധതി പ്രകാരം സമാധാന ചർച്ചകൾക്ക് സമ്മതിച്ചാൽ മാത്രമേ ട്രംപ് ഉക്രൈനിന് കൂടുതൽ അമേരിക്കൻ നിർമ്മിത ആയുധങ്ങൾ നൽകൂ എന്നും സമാധാന ചർച്ചകളിൽ ചേരാൻ റഷ്യ വിസമ്മതിച്ചാൽ ഉക്രൈന് അമേരിക്ക സൈനിക സഹായം വർദ്ധിപ്പിക്കുമെന്ന് റഷ്യയ്ക്ക് മുന്നറിയിപ്പ് നൽകുമെന്നും ഏജൻസി അറിയിച്ചു. പദ്ധതിയിൽ ഉക്രൈനുള്ള നാറ്റോ അംഗത്വം നിർത്തിവെക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയകരം. പകരം ഉക്രൈന് അമേരിക്ക സുരക്ഷ വാഗ്ദാനം ചെയ്യുമെന്ന് ഏജൻസി അറിയിച്ചു.
ഇങ്ങനെയൊക്കെ ആണെങ്കിലും ട്രംപ് ഒരു യുദ്ധക്കൊതിയനല്ല എന്ന് നമുക്ക് ഇതിനോടകം തന്നെ മനസ്സിലായതാണ്. അതായത് വെറുതെ യുദ്ധത്തിന് വേണ്ടി ഒരുപാട് ഫണ്ട് ഇറക്കി കളിച്ച് രാജ്യത്തെ എന്തിനാണ് പ്രതിസന്ധിയിലാക്കുന്നത് എന്നാണ് ട്രംപ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉക്രൈന് എത്രത്തോളം സഹായം കിട്ടുമെന്ന് നമുക്കെല്ലാം ഊഹിക്കാം. എന്തായാലും കെല്ലോഗിൻ്റെതിനോട് സമാനമായി വാൻസിന്റെ പദ്ധതിയിലും നിലവിലെ യുദ്ധരേഖകൾ മരവിപ്പിക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. പോഡ്കാസ്റ്റർ ഷോൺ റയാനുമായി നടന്ന സംഭാഷണത്തിൽ റഷ്യ പിടിച്ചെടുത്ത ഉക്രൈനിയൻ ഭൂമി നിലനിർത്തുമെന്നും നിലവിലെ യുദ്ധരേഖകളിൽ സൈനികരഹിത മേഖല സ്ഥാപിക്കുമെന്നും വാൻസ് പറഞ്ഞു. റഷ്യൻ നുഴഞ്ഞുകയറ്റം തടയാൻ സൈനികവൽക്കരിക്കപ്പെട്ട മേഖലയുടെ യുക്രൈനിയൻ ഭാഗത്ത് സുരക്ഷയുടെ കോട്ട കെട്ടിയുറപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. യൂറോപ്യൻ യൂണിയന്റെ പ്രത്യക്ഷമായ പരാമർശത്തിൽ ഉക്രൈനെ ശേഷിക്കുന്ന ഭാഗം ഒരു പരമാധികാര രാഷ്ട്രമായി തുടരുമെന്നും എന്നാൽ നാറ്റോയുടെയോ സമാന ഗ്രൂപ്പുകളുടെയോ ഭാഗമാക്കില്ലെന്നും വാൻസ് പറഞ്ഞു. അതുപോലെ തന്നെ ഉക്രൈനായുള്ള ട്രംപിന്റെ പദ്ധതി വ്യക്തമല്ലെങ്കിലും ഉക്രൈൻ റഷ്യ സംഘർഷത്തിൽ അമേരിക്കൻ ചെലവുകൾ വെട്ടിക്കുറയ്ക്കുന്നതിനും ആഭ്യന്തര വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനുമായിരിക്കും അദ്ദേഹം ആദ്യം ഊന്നൽ നൽകുകയെന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ കണക്കുകൂട്ടുന്നു. അതേസമയം നാറ്റോ രാഷ്ട്രതലവന്മാർ ബ്രസൽസിൽ ഒത്തുകൂടി ഉക്രൈന് കൂടുതൽ ആയുധങ്ങൾ എങ്ങനെ നൽകാമെന്ന് ചർച്ച ചെയ്യുന്നുവെന്ന വിവരവും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പുടിനെ എതിർക്കാതെ ഉക്രൈനെ സംരക്ഷിക്കാൻ ഏത് സുരക്ഷാ ഗ്യാരണ്ടിക്ക് കഴിയുമെന്ന ചർച്ച ചെയ്യുന്നതുൾപ്പെടെ പാശ്ചാത്യ രാജ്യങ്ങൾ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള വഴികൾ തേടാൻ തുടങ്ങിയതായും റിപ്പോർട്ടുണ്ട്. ഉക്രൈനിലെ ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ ആശങ്ക ജനിപ്പിക്കുന്നുവെന്നും ചർച്ചകൾ ഉടൻ ആരംഭിച്ചിട്ടില്ലെങ്കിൽ പണി പാളുമെന്നും ഉള്ള തിരിച്ചറിവിലാണ് പാശ്ചാത്യ രാജ്യങ്ങൾ ഇപ്പോൾ ഇങ്ങനെയൊരു സാഹസത്തിന് മുതിർന്നിരിക്കുന്നതെന്ന് ബ്ലൂംബർഗ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഉക്രൈനിൽ ഒരു സൈനികരഹിത മേഖല സൃഷ്ടിക്കുക എന്നതായിരുന്നു ഇവരുടെ ആശയം. ഒരു മുതിർന്ന നാറ്റോ നയതന്ത്രജ്ഞനെ ഉദ്ധരിച്ച് ബ്ലൂംബർഗ് പറയുന്നത് ഇപ്രകാരമാണ്: റഷ്യൻ ആക്രമണം തടയാൻ ഉക്രൈന് സൈനിക ശക്തിയില്ല. നിലവിലുള്ള ആയുധ ശേഖരത്തിന്റെ കാര്യത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് നൽകാൻ കുറച്ച് മാത്രമേ ശേഷിക്കുന്നുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. 2014 മുമ്പ് ഉക്രൈന്റെ ഭാഗമായിരുന്ന റഷ്യൻ പ്രദേശങ്ങൾ ഒഴിവാക്കിയാൽ നാറ്റോയിൽ ചേരാൻ ഉക്രൈന് താൽപ്പര്യമില്ലെന്ന് ഉക്രൈനിയൻ നേതാവ് വ്ളാഡിമിർ സെലൻസ്കി മുമ്പ് തറപ്പിച്ച് പറഞ്ഞിരുന്നു. എന്നിരുന്നാലും നാറ്റോ അംഗത്വം ഉറപ്പു നൽകുകയാണെങ്കിൽ ഈ പ്രദേശങ്ങളില്ലാതെ റഷ്യയുമായി വെടിനിർത്തലിന് ഉക്രൈന് സമ്മതിക്കാമെന്ന് സെലൻസ്കി കഴിഞ്ഞ ദിവസം ക്യോഡോ ന്യൂസിനോട് പറഞ്ഞതായിട്ടാണ് വിവരം. ജൂലൈയിൽ ട്രംപിന്റെ ആദ്യ ടേമിൽ ജർമ്മനിയിലെ ദൂതനായി സേവനം അനുഷ്ഠിച്ച ഗ്രെനെൽ കിഴക്കൻ ഉക്രൈനിലെ സ്വയംഭരണ മേഖലകൾ സൃഷ്ടിക്കാൻ ആഹ്വാനം ചെയ്തു. ഉക്രൈനിലെ നാറ്റോ അംഗത്വം അമേരിക്കയുടെ താൽപ്പര്യത്തിനനുസരിച്ചല്ലെന്നും ഗ്രെനെൽ പറയുന്നുണ്ട്. ഗ്രെനെലിന്റെ ഇൻകമിംഗ് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായി തിരഞ്ഞെടുത്തിട്ടില്ലെങ്കിലും യൂറോപ്യൻ കാര്യങ്ങളിൽ തന്റെ അഭിപ്രായം നിയുക്ത പ്രസിഡന്റ് ആരായുമെന്നാണ് ട്രംപിന്റെ മുതിർന്ന വിദേശനയ ഉപദേഷ്ടാവ് റോയിട്ടേഴ്സിനോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. സെപ്റ്റംബറിൽ ട്രംപും സെലൻസ്കിയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തവരിൽ ഒരാളായിരുന്നു ഗ്രെനെൽ. പുടിന് അനുകൂലമായി ട്രംപിന്റെ വൃത്തങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന 3 പദ്ധതികളും യുദ്ധത്തിൽ അവസാനത്തെക്കുറിച്ചുള്ള പുടിന്റെ കാഴ്ചപ്പാടിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. ഉക്രൈൻ ഒരു പാശ്ചാത്യ സംഘത്തിലും ചേരാനിടത്തോളം യുദ്ധനിരകൾ മരവിപ്പിക്കുന്നതിന് മുൻപായി തന്നെ ഉക്രൈനുള്ളിൽ തന്റെ നേട്ടങ്ങൾ പരമാവധിയാക്കാനുള്ള ശ്രമം പുടിൻ നടത്തുന്നുണ്ട്. അതേസമയം ട്രംപ് റഷ്യയുമായി സൗഹൃദത്തിലാണെന്ന് പണ്ടേ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. റഷ്യൻ നേതാവിനോടുള്ള അദ്ദേഹത്തിന്റെ താൽപ്പര്യവും ദീർഘകാല വീക്ഷണവും മൂലം പുടിന് അനുകൂലമായ ഒരു കരാർ ഉണ്ടാക്കാൻ അദ്ദേഹം ഉക്രൈനെ നിർബന്ധിക്കുമെന്ന ഭയം വളരെ കാലമായി പാശ്ചാത്യർക്കുണ്ട്. നിലവിൽ 2014 പിടിച്ചെടുത്ത ക്രിമിയയും കിഴക്കൻ ഉക്രൈനിലെ ഡോൺസ്ക്, ലുഹാൻസ്ക് പ്രവിശ്യകൾ ഉൾപ്പെടുന്ന ഡോൺബാസ് മേഖലയുടെ ഏതാണ്ട് 80% റഷ്യയുടെ നിയന്ത്രണത്തിലാണെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. സപ്പോരിജിയ, കേഴ്സൺ പ്രവിശ്യകളുടെ 70%, മൈക്കലോവ്, ഖാർക്കിവ് പ്രദേശങ്ങളുടെ ഒരു ഭാഗവും റഷ്യയുടെ നിയന്ത്രണത്തിന്റെ കീഴിലാണ്. കുർസ്ക് പ്രവിശ്യയിൽ ഉക്രൈൻ പിടിച്ചെടുത്ത പ്രദേശങ്ങളുടെ 40% വരെ റഷ്യ തിരിച്ചുപിടിച്ചതായി മുമ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതേസമയം റഷ്യ ഉക്രൈൻ സംഘർഷത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ആശങ്കയിൽ തന്നെയാണ്. ഇത് രാജ്യങ്ങൾ തമ്മിൽ വേർതിരിവ് ഉണ്ടാക്കുമെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകരുടെ വിലയിരുത്തൽ. അപ്പോൾ ഈ നയങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്ന് തീർച്ചയായും കമന്റ് ചെയ്യൂ. അതോടൊപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും എല്ലാവരിലേക്കും എത്താൻ വേണ്ടി ഒന്ന് വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുമല്ലോ.